നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 791 791. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണീ സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 791 52 സർഗം ഉപാസനാകാന്ഡത്തിലെ പ്രകൃതി പുരുഷ വിവേകം. അതിൽ അവസാനത്തെ ശ്ലോകം പറഞ്ഞു നിർത്തിയത് സർവോപാധികളും നീക്കി മനതാരിൽ മഹേശനെ സാക്ഷാത്കരിച്ചിടുകയാം സാധിക്കേണ്ടതു ബുദ്ധിമാൻ. ഇതാണ് ശ്ലോകം. വളരെ ഓരോ ഒന്നൊന്നര ശ്ലോകമാണ്. അതിൻ്റെ അർത്ഥതലങ്ങൾ സർവോപാധികളും എല്ലാ കണ്ടീഷൻസും അവിടെ ഒഴിവാക്കുക. ഉപാധികളില്ലാണ്ട് അപ്പോൾ പറഞ്ഞു, അതെ, സർവോപാധികളും നീക്കി മനതാരിൽ മഹേശനെ, ശ്രീ ഭഗവാൻ ഈശ്വരനെ, ശ്രീഹരിയനെ, മഹേശനെ സാക്ഷാത്കരിച്ചിടുകയാം സാധിക്കേണ്ടത് ബുദ്ധിമാൻ. അതർവൈസ് ഫോർഗെറ്റ് ഇറ്റ്. അത്രയേ ഉള്ളൂ. പിന്നെ പറയണു, അതിനൊരു മഹാബാധ പോലെ മുമ്പാകെ നിൽക്കയാം ത്രിശിരസാം അഹങ്കാരം മനുഷ്യൻ. അതു കാരണം എന്താ പറഞ്ഞത്? അതിനൊരു മഹാബാധ പോലെ ഈശ്വര സാക്ഷാത്കാരത്തിന് ഒരു ബാധ തടസ്സം നിൽക്കണമെന്നാണ് പറഞ്ഞത്. അതിനിപ്പോൾ പണിക്കന്മാരുടെ അടുത്ത് പോകേണ്ട ആവശ്യമില്ല. കവി പറഞ്ഞിട്ടുണ്ട് ഇവിടെ. എന്താ പറഞ്ഞത്? അതിനൊരു മഹാബാധ പോലെ മുമ്പാകെ നിൽക്കയാം ത്രിശിരസാം. ത്രിശിരസ് എന്ന് പറഞ്ഞാൽ 3 ശിരസ് ഉള്ളതാണ്. ഏതൊക്കെ? തമോ ഗുണം, രജോ ഗുണം, സത്വഗുണം. എന്തിനാ സത്വഗുണത്തിന് കൂട്ടിയത് എന്ന് ചോദിച്ചാൽ, തമോ ഗുണത്തിനെ പിന്നെ എന്താണെന്നാ പറയുക, തമോ ഗുണത്തിനെ എന്തൊരു കഷ്ട രജോ ഗുണം കൊണ്ട് ഇല്ലായ്മ ചെയ്യണം. രജോ ഗുണത്തിനെ സത്വഗുണം കൊണ്ട് ഇല്ലായ്മ ചെയ്യണം. സത്വഗുണം അധികരിക്കുമ്പോൾ ചിലപ്പോൾ അഹങ്കാരം വരും. ഞാൻ കേമനാണോ അല്ലേ, ആ ബാധ വരരുത്. അപ്പോൾ ഈ ത്രിശിരസ് എന്ന് പറയുന്ന ബാധേനെ ഭഗവത് പാതാരബന്ധത്തിൽ വെച്ച് കൊടുക്കുക. എന്നെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഭഗവാൻ അഭയം തരും. ആ ഭഗവാൻ അഭയം തന്നാൽ അകാരം മാറ്റിയ പിന്നെന്താ? ഭയം ഇല്ലാണ്ടാവും. ആ ഭയം ഉണ്ടാവില്ല. അഭയം പറഞ്ഞോ. അതുകൊണ്ടാണ് അതിനൊരു മഹാബാധ പോലെ മുമ്പാകെ നിൽക്കയാം ത്രിശിരസാം അഹങ്കാരം മനുഷ്യൻ. അതു കാരണം ആത്മാവിനെ തീരെ മറന്നെങ്ങെങ്ങും പലമാതിരി. ആത്മാവിനെ മറക്കുക എന്ന് പറഞ്ഞാൽ ജഗദീശ്വരനെ മറന്നു എന്നാ. ഇപ്പോൾ ഈ ക്യൂവിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ വിരോധാഭാസം കാണിക്കും. എന്താ? അവരെന്തിനാണ് നിൽക്കണത്? ഈശ്വരനെ കണ്ടു തൊഴാൻ. പക്ഷേ ഈശ്വരൻ എവിടെ ഇരിക്കണത്? അവരവരുടെ മനസ്സിലാന്നുള്ളത് അവർക്ക് അറിയണില്ലല്ലോ. അപ്പോൾ വിത്ത് ഡ്യൂ റെസ്പെക്റ്റ്, മെയിൻ ഗുരുവായൂരിൽ 8 or 9 പ്രഭാഷണം ചെയ്തിട്ടുണ്ട് ഞാൻ. പറയുമ്പോൾ എനിക്ക് ഗോഡ് ഫാദേഴ്സൊന്നുമില്ല അവിടെ. അങ്ങനെ സൗകര്യപ്പെട്ടു ചെയ്തു. ഞാൻ ഒരിക്കലും ഉള്ളിൽ കടന്ന് അവരുടെ ഒത്താശയിൽ ഞാൻ തൊഴുതിട്ടില്ല. അതിൻ്റെ ആവശ്യമില്ല. എന്ന് പറഞ്ഞതാ, ദീപസ്തംഭം, ആ വലിയ ദീപസ്തംഭ ചുറ്റമ്പലത്തിൽ നിന്ന് പുറത്ത് കിഴക്കേ നടയിൽ നിന്ന് ആ വിളക്ക് കണ്ടു തൊഴും. എനിക്കറിയാം, ബാലാഗ്ര ശതഭാഗസ്യ വിസ്തരസ്യ ഏകോ ജീവ. ഭഗവാൻ എൻ്റെ ഉള്ളിലാണ്, എല്ലാവരുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ഈ ക്യൂവിൽ നിൽക്കുന്നവരെ കണ്ടിട്ട് ഞാൻ മനസ്സുകൊണ്ട് തൊഴും. കാരണം എന്താ? അവർ ഈ ശിലാ വിഗ്രഹത്തിനെ കണ്ട് തൊഴുന്നതിൻ്റെ മുമ്പ് ഞാൻ അവരെ തൊഴും. അതന്നെ, അല്ലാണ്ടൊന്നുമല്ല. പുറത്തേക്ക് വരുന്നവരെയും തൊഴും, എല്ലാവരെയും തൊഴുതുകൊണ്ടിരിക്കന്നെ. അപ്പോൾ ഇവിടെ പറഞ്ഞു, ആത്മാവിനെ തീരെ മറന്ന എങ്ങെങ്ങും പലമാതിരി നാമരൂപങ്ങളിൽ തങ്ങി മങ്ങിയേ തന്നെ മന്നിതിൽ
നാമരൂപങ്ങളിൽ തിങ്കളാഴ്ച ആണെങ്കിൽ ശിവൻ്റെ അടുത്ത് പോകണം, ചൊവ്വാഴ്ച ആണെങ്കിൽ ഭദ്രകാളി, ബുധനാഴ്ച ആണെങ്കിൽ ഗുരുവായൂരപ്പൻ, വ്യാഴം കൃഷ്ണൻ, വെള്ളി പിന്നെ എന്താണ് പറയുക ലക്ഷ്മി പൂജ ആയിക്കോട്ടെ, ശനി ഹനുമാൻ അല്ലെങ്കിൽ അയ്യപ്പൻ, ഞായറാഴ്ച പറഞ്ഞില്ലേ കള്ളും കുടിച്ച് ചൂതും കളിച്ചിരിക്കുക തന്നെ. അതല്ല, സദാസേവ്യ സദാസേവ്യ ഓരോ ശ്വാസനിശ്വാസത്തിനും ഹരേ നമ ഹരേ നമ ഹരേ നമ പ്രാക്ടീസ് ചെയ്ത് നോക്കൂ, രക്ഷപ്പെടാം. അതാണ് പറഞ്ഞത്, നാമരൂപങ്ങളിൽ തങ്ങി മങ്ങിയേ തന്നെ മന്നിതിൽ പാഴാക്കിയിടുകയാം ജന്മം. ജന്മം പാഴാക്കുകയാണെന്നാണ് പറഞ്ഞത്. പുനരഭി ജനനം പുനരഭി മരണം, കാലചക്ര പ്രവാഹത്തിൽ നട്ടം തിരിയണം. അപ്പോൾ പാഴാക്കിയിടുകയാം ജന്മം ഞാനെന്നോതി അങ്ങിനെ ആ മട്ടെഴും അഹങ്കാരം അകറ്റിയിടുവതിനുടൻ, ആ മട്ടെഴും അഹങ്കാരം അകറ്റിയിടുവതിനുടൻ പരിശ്രമിച്ചിടുകയാം വേണ്ടത് ആത്മഹിതൈഷികൾ. ആത്മാവിന് ഹിതം ചെയ്യണം എന്ന് താല്പര്യമുള്ളവർ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്? പരിശ്രമിച്ചിടുകയാം. ട്രൈ ട്രൈ അഗൈൻ ട്രൈ, ട്രൈ ട്രൈ അഗൈൻ ട്രൈ, റെയിൻ റെയിൻ ഗോ എവേ പറഞ്ഞ മാതിരി ട്രൈ ട്രൈ അഗെയിൻ ട്രൈ, ട്രൈ തന്നെ. അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ പിന്നിലുള്ള എട്ടുകാലിനെ നോക്കുക. എട്ടുകാലി എത്ര നമ്മൾ അവരെ വല മാറിയാലും അവർ രക്ഷപ്പെടാതെ ഇരിക്കില്ല, അവരെ വീണ്ടും വില വയ്ക്കും. അതുതന്നെയാണ് പരിശ്രമം. ജ്ഞാനസ്വരൂപനായി തന്നെ എന്നെന്നും മിന്നും ആ വിധം ഓരോ വ്യക്തികളിലും അറിവിൻ്റെ ഭാഗമായിട്ട് ജ്ഞാനസ്വരൂപനായിട്ട്, പ്രേമസ്വരൂപനായിട്ട്, ജ്ഞാനസ്വരൂപനായി തന്നെ എന്നെന്നും മിന്നും ആ വിധം ആത്മാവിനുണ്ടായിട്ടില്ല ഭേദമെന്നതൊരിക്കലും. ഡിഫറൻഷിയേഷൻ എന്നുള്ളത് ആത്മാവിൻ്റെ സബ്ജക്റ്റ് അല്ല. എൻ്റെ ഗുരുനാഥൻ എന്നോട് എപ്പോഴും പറയും, ഒരു സ്റ്റേജ് കിട്ടി ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങണ വരെ ആരോടും പ്രത്യേകത അളന്നു കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എല്ലാവരും ഒരേപോലെ കാണുക. ഒരാളേക്കാൾ മുന്തിയ ഒരാളാണ്, നെവർ, ഡോണ്ട് ഡു ദാറ്റ്. 10 രൂപ ദക്ഷിണ തന്നവനെയും കാല് പിടിച്ചവനെയും കാല് പിടിക്കാത്തതിനെയൊക്കെ ഒരേപോലെ കാണട്ടോ. ഞാൻ അദ്ദേഹത്തിൻ്റെ മറുകിലാണ്. അത്രയും വലിയ വലിയ മഹത്തായിട്ടുള്ള ഉപദേശങ്ങൾ തന്നിട്ട് എന്നെ ഫോർമാറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അദ്ദേഹം. അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. ഇന്ന് പ്രത്യേകിച്ച് എന്താ വിശേഷം? പങ്കിനി ഉത്രം, അയ്യപ്പൻ്റെ ജന്മനാളാണ്. എൻ്റെ ഒരു സഹോദരിയുടെ, മൂത്ത സഹോദരിയുടെ പിറന്നാളാണെന്ന്. കഴിഞ്ഞ കൊല്ലം അവരെൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അവരെൻ്റെ ഒപ്പം എപ്പോഴും ഉണ്ട്, അത് വേറെ കാര്യം. അവരെൻ്റെ ഒപ്പം ഉണ്ട്, ഞാൻ അവരുടെ ഒപ്പമുണ്ട്. അതാണ് ആത്മബന്ധങ്ങൾ. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? ആത്മാവിനുണ്ടായിട്ടില്ല ഭേദം എന്നതൊരിക്കലും, ഉണ്ടെന്നും പിന്നെ ഇല്ലെന്നും മറ്റും തോന്നുവതൊക്കെയും വെറും ദ്വൈത പ്രപഞ്ചത്തിൽ മാത്രമാം യദുപുങ്കവ. ഭഗവാൻ ഉദ്ധവരെ സല്യൂട്ട് ചെയ്യണതാണ്. യദുപുങ്കവ, യദുകുല നായക, യദുകുലത്തിൻ്റെ മാണിക്യമേ, യദുകുലത്തിൻ്റെ നെടും കുറി. എന്തൊക്കെ വായിൽ വേണമെന്ന് വെച്ചാൽ പറയാം. അപ്പോൾ വെറും ദ്വൈത പ്രപഞ്ചത്തിൽ അങ്ങനെയാണ്. ഇപ്പോൾ ഒരു കാലത്ത് ചണ്ടപ്പുറത്ത് കോല് വെച്ചാൽ അവിടെ എത്തണമെന്നിക്ക് വലിയ നിർബന്ധമാണ്. ഞാനിപ്പോൾ തിരുമാതാംകുന്ന് ഭഗവതി എൻ്റെ വീട്ടിൽ നിന്ന് 10 നാഴിക 300 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ പോയിട്ട് വരാം. ഇപ്പം ഇന്നത്ര 9-ാം പൂരൊട്ടാണ് അവിടെ. ഒരു കാലത്ത് ഞാൻ എല്ലാ പൂരത്തിനും പോയിരുന്നു. പിന്നെ ഞാൻ പഠിച്ച് കാര്യങ്ങൾ മനസ്സിലായപ്പോൾ എന്തിനാ അവിടെ പോയി തിരക്കുണ്ടാക്കണത്? അവനവൻ്റെ വീട്ടിലിരുന്ന ഭഗവതി നമ്മുടെ ഉള്ളിലില്ലേ? ഭഗവാൻ നമ്മുടെ ഉള്ളിലില്ലേ? എല്ലാം ഒന്നല്ലേ? ശക്തിയും വൈഷ്ണവത്വവും ശൈവത്വവും ഒക്കെ നമ്മുടെ ഉള്ളിൽ തന്നെ. അപ്പം എന്താ, വീട്ടിൽ ആകെ ഭാര്യയും ഭർത്താവാണ്, ഭാര്യയെ ശുശ്രൂഷിക്കുക. എന്താ അങ്ങനെ പറഞ്ഞത്? രോഗിയാവണമെന്നില്ലല്ലോ, ഭാര്യമാർ രോഗിയായിക്കൊള്ളണമെന്നില്ല. പ്രായമാകുമ്പോൾ ചില
പൊട്ടലും ചീറ്റലൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളെ കൊണ്ടൊരു താങ്ങാവാൻ സാധിച്ചു വിചാരിച്ചാൽ അത് വലിയൊരു കാര്യം, അത്രയേ ഉള്ളൂ. അപ്പോൾ അവർക്ക് സന്തോഷം, അവരെ എക്സ്പ്രസ് ചെയ്യും. അതല്ലേ സന്തോഷം. അപ്പോൾ പറഞ്ഞു വന്നത് എവിടെ എത്തി എവിടെ എത്തിയില്ല എന്നുള്ളതല്ല, മനസ്സുകൊണ്ട് നമ്മൾക്ക് എവിടെയൊക്കെ എത്താൻ പറ്റും. അതാണ് പറഞ്ഞത്. വെറും ദ്വൈത പ്രപഞ്ചത്തിൽ നമ്മൾ പാഴ് തുണി പോലെ അല്ലെങ്കിൽ പാഴ്മരം പോലെ കുറച്ച് അങ്ങോട്ട് ഇല്ലേ ഈ തോട്ടിൽ അല്ലെങ്കിൽ പുഴയിലൊക്കെ എന്താണ് പറയുക, ഒഴുക്കിനനുസരിച്ചിട്ടാണ് പൊങ്ങുതടികൾ പോവുക. ചിലപ്പോൾ കാണും ഡീം താഴത്തേക്കോട്ട് പോകും, കാരണം എന്താ ചുഴി. അത് കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ട് വേറെ എവിടെയെങ്കിലും പൊന്തുക. അതേമാതിരിയാണ് നമ്മുടെ ജീവിതം. അപ്പോൾ പറയണു, അറിഞ്ഞാൽ പോലും ഈ ബാധ അകലാൻ എത്രയും പണി. ഇതാണ് വേദവാക്യങ്ങളാണ്. ഭഗവാൻ ഉവാച, ഭഗവാനാണല്ലോ പറഞ്ഞത്. ഈ അറിഞ്ഞാൽ പോലും ഈ ബാധ അകലാൻ എത്രയും പണി, അഭക്തനായി തന്നെ ജന്മം പാഴാക്കിയിടും മനുഷ്യനിൽ. ഭക്തിയില്ലാത്തവനായിട്ട് ജന്മം പാഴാക്കുന്ന മനുഷ്യനിൽ, അഭക്തനായി തന്നെ ജന്മം പാഴാക്കിയിടും മനുഷ്യനിൽ. അവസാനത്തെ ശ്ലോകം 24. ആ മട്ടിൽ ഉള്ളോരുടെ ജന്മമൃത്യുക്രമം കനിഞ്ഞൊന്നുര ചെയ്തു കേൾപ്പാൻ അർത്ഥിക്കയാൽ ഉദ്ധവനോട് ഈ വണ്ണം ഓതിയിടിനാൻ മെല്ലെ മഹാനുഭാവൻ. ഇവിടെ ആരാ മഹാനുഭാവൻ? സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവ് സ്വധാമപ്രാപ്തിക്ക് പുറപ്പെടുമ്പോൾ എന്നെയും കൊണ്ടുപോകണം എന്ന് വാശി പിടിച്ച ആ ഉദ്ധവരോട് ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഇത്രയും എടുത്താ പൊന്താത്ത വേദാന്ത പ്രകരണങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തിന് ധൈര്യത്തെ കൊടുക്കുകയാണ്. പ്രശ്നമില്ലേ? ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനേ ഉപാസന കാണ്ഡേ ദ്വിപഞ്ചാസർഗ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇനി 53-ാം സർഗം. 53-ാം സർഗം ബാഹ്യവിഭ്രമം നീക്കൽ. ഇതൊന്നും കാശ് കൊടുത്താൽ കിട്ടില്ല കേട്ടോ. ഇത് ഫ്രീ സർവീസാണ്, കാശ് വരണ്ട. ആരുടേന്ന് എനിക്കൊരു പൈസ വേണ്ട. ഇപ്പോൾ അങ്ങനെയായിരുന്നു. ഭഗവാന്റെ പ്രേരണ ഞാൻ നിങ്ങൾക്ക് എത്തിക്കാൻ ശ്രമിക്കണമെന്ന് മാത്രം. നിങ്ങളത് സ്വീകരിച്ചാൽ ഭഗവാൻ, നിങ്ങളുടെ ഉള്ളിലുള്ള ഭഗവാൻ സന്തോഷിക്കുന്നുള്ളതിൽ എനിക്ക് വേറെ തർക്കമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇന്ദ്രിയങ്ങളോടും കർമ്മവാസന ബന്ധനാം പുമാൻ. പുമാൻ എന്ന് പറഞ്ഞ വ്യക്തികളെ. ഇന്ദ്രിയങ്ങളോടും കർമ്മവാസന ബന്ധനാം പുമാൻ ആകാശം പോലെ സർവത്ര നിറഞ്ഞുള്ളവനെങ്കിലും. അല്ലേ? ഭഗവാൻ സർവവ്യാപിയാണ്, സർവജ്ഞനാണ്. പക്ഷേ താൻ ഉള്ളിലുണ്ട് എന്നുള്ള ധാരണയില്ലാണ്ട് പുറത്ത് തരയാൻ നിന്നാൽ അദ്ദേഹത്തിന് ഇഷ്ടാവുമോ? നമ്മൾ ആലോചിച്ച് മറുപടി പറയണം. എല്ലാ ജീവജാലങ്ങളിലും ഉള്ളവൻ്റെലും ഇല്ലാത്തവൻ്റെയിലും കറുത്തവനിലും വെളുത്തവനിലും പഠിച്ചവനിലും പാമ്പരിലും ഒക്കെ ഭഗവാൻ ഇരിക്കണമെന്ന് പറയണു. എന്നിട്ട് എന്തിനാണ് നമ്മൾ പുറമെ തിരയണത്? ഞാൻ ആരെ, എൻ്റെ കുലദൈവം എന്താ? വാട്ട് നോൺ സെൻസ് ഇറ്റ് ഈസ്. അവിടെയാണ് നമ്മൾ പാര വയ്ക്കുകയാണ്. അങ്ങനെ വേണ്ട. ഭാഗവതം പറയണോ, എല്ലാ ജീവജാലങ്ങളിലും ഞാൻ ജീവനായിട്ടിരിക്കുന്നുണ്ട്. അതാണ് ആകാശം പോലെ സർവത്ര നിറഞ്ഞുള്ളവനെങ്കിലും മനസ്സിനെ പിന്തുടർന്ന് പല ദേഹത്തിലൂടവേ ഓരോരിടങ്ങളിൽ തങ്ങി മങ്ങിമേവുക കാരണം. എന്താണ് സ്വതസിദ്ധമായ രീതിയിൽ അന്തസ്ഥനായിരിക്കുന്ന ഭഗവാനെ മറക്കാൻ കാരണം എന്ന് ചോദിച്ചാൽ, പല പല ജന്മങ്ങൾ ഇറച്ചിവെട്ടുകാരനായിട്ടും തൂക്കിക്കൊല്ലണവനായിട്ടും, അല്ലേ, കഞ്ചാവ് വിൽക്കണവനായിട്ടും സ്വർണം വിൽക്കണവനായിട്ടും മദ്യം വിൽക്കണവനായിട്ടും ലൂട്ട് ചെയ്യണവനായിട്ടും ഒക്കെ ജീവിക്കുമ്പോൾ അന്തസ്ഥനെ മറക്കും. പോലീസിനെ മാത്രമേ ഉള്ളിൽ പേടിയുണ്ടാവുള്ളൂ. പോലീസ് എന്ന് പറഞ്ഞാൽ പിന്നെ പോലീസ് ചങ്ങാതിയാവണ സമയമുണ്ട് കാശ് കൊടുക്കുമ്പോൾ. അപ്പോൾ അവർക്ക് അന്തസ്ഥൻ പ്രശ്നമല്ല. അന്തസ്ഥൻ പ്രശ്നം ഉള്ള ആരാ? സാധാരണക്കാർക്കാണ് അതിൻ്റെ ബഹുമാനം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് മനസ്സിനെ പിന്തുടർന്ന് പല ദേഹത്തിലൂടവേ ഓരോരിടങ്ങളിൽ തങ്ങി മങ്ങി, ചില സ്ഥലത്തിൽ മങ്ങും ചില സ്ഥലത്തിൽ മിന്നും.
മിന്നപ്പോഴാ അന്തസ്ഥനെ അറിയുമ്പോൾ. പിന്നെ മങ്ങ് എപ്പോഴാണ് അന്തസ്ഥനെ പുറത്ത് തിരയുമ്പോൾ. ദേവമർത്യാദിനാനോപാധികളിൽപ്പെട്ടു കേവലം. മനുഷ്യൻ ദേവന്മാരായിട്ടും മനുഷ്യനായിട്ടും അസുരന്മാരായിട്ടും രാക്ഷസന്മാരായിട്ടും ജന്മെടുക്കും, പശുപക്ഷി മൃഗാദികളായിട്ടും. ദേവമർത്യാദി നാനോപാധികളിൽപ്പെട്ടു കേവലം ഘടാകാശം കണക്കെന്നും ഇരുണ്ട് അല്പഭീഭവിക്കയാം. ചുരുങ്ങ എന്ന അർത്ഥം പറയാം. അല്പഭീ ഇരുണ്ട്, എന്നും ഇരുണ്ട് അല്പഭീഭവിക്കയാം. ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ്, എന്നെ കൊണ്ടൊന്നും സാധിക്കില്ല, ഞാൻ പാപിയാണ്. ഇങ്ങനെ വന്നാൽ ശരിയല്ല, അങ്ങനെ വരാൻ പാടില്ല. എല്ലാവർക്കും ഭഗവാൻ ഒരേപോലെ ആത്മജ്ഞാനം തന്നിട്ടുണ്ട്. പിന്നെ അവരവരുടെ കർമ്മമാണ് അതിനെ മറയ്ക്കണതും തിളങ്ങിപ്പിക്കണതും. അപ്പോൾ അത് വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഞാൻ ആത്മാവിനെ ഉദ്ധരിച്ചിട്ടുണ്ടോ, ഞാൻ ആത്മാവിനെ മങ്ങലേൽപ്പിച്ചിട്ടുണ്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത് ദേവമർത്യാദി നാനാ ഉപാധികളിൽപ്പെട്ടു കേവലം ഘടാകാശം കണക്കെന്നും ഇരുണ്ട് അല്പഭീഭവിക്കയാം. ജീവിതാന്ത്യത്തിൽ മർത്യന്, ജീവിതം അവസാനിക്കുമ്പോൾ മർത്യന് കർമ്മത്തിൽ തക്ക ചിന്തകൾ ഉയർന്നുയർന്നു വന്നേറെ മൂഢനായി തീർന്നു സർവവും. അതായത് കർമ്മത്തിൽ അല്ല, അതായത് കർമ്മം കൊണ്ട് ബന്ധനാവുന്നു, കർമ്മം കൊണ്ട് വിമുക്തനാവുന്നു അല്ലേ. അതായത് കർമ്മം കൊണ്ടാണ് ബന്ധനസ്ഥനാവുന്നത്, കർമ്മം കൊണ്ടാണ് മോചനം ഉണ്ടാവുന്നത്. അപ്പോൾ നിവൃത്തി മാർഗമാണ് അറിയേണ്ടത്, പ്രവൃത്തി മാർഗമല്ല അറിയേണ്ടത്, നിവൃത്തി മാർഗം. ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല, ഒരു മുസ്ലിം സഹോദരി അവരുടെ ചില തെറ്റിദ്ധാരണകൾ കാരണം പ്രസവം വീട്ടിൽ തന്നെ മതിയെന്നാക്കി. ചുരുക്കി പറഞ്ഞാൽ കുട്ടിയും മരിച്ചു, അയിമയും മരിച്ചു. അപ്പോൾ ചിലവർ പറഞ്ഞു നമുക്കത് നിയമമാക്കണം, പ്രസവം ആസ്പത്രികൾ ഡോക്ടർമാരുടെ അടുത്ത് ഉണ്ടാവാൻ പാടുള്ളൂ എന്നൊക്കെ അങ്ങനെ ജഗപോഗം ഉണ്ടായിരുന്നു 2-3 ദിവസമായിട്ട് ടി വിയിലും ഒക്കെ. ഇന്ന് ഞാൻ വാട്സപ്പിൽ ഒരു യൂട്യൂബറെ കണ്ടു, ഒരു ഉസ്താദ് പറയാണ്, ആന പ്രസവിക്കണില്ലേ, കുതിര പ്രസവിക്കണില്ലേ, നായും പട്ടിയും പശുക്കൾ പ്രസവിക്കണില്ലേ, അവർ ആസ്പത്രിയിൽ പോയിട്ടാണോ? അതുകൊണ്ട് എൻ്റെ സഹോദരിമാർ ആസ്പത്രിയിലേക്ക് പോകണ്ട, പടച്ചോൻ കിട്ടായിരുന്നത് വാങ്ങിക്കൊള്ളുന്നു. അപ്പോൾ എനിക്കൊരു ഓർമ്മ വന്നു, ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഈ പഠിപ്പിക്കും, ഓരോ വീട്ടിലും മരം വയ്ക്കണം, രാഷ്ട്രത്തിൻ്റെ സമ്പത്ത് കാടുകളാണ്, മരങ്ങളാണ് മേഘങ്ങളെ തടഞ്ഞ്, കാറ്റുണ്ടാകുമ്പോൾ മേഘങ്ങളെ തടയണതും അല്ലെങ്കിൽ പാറിപ്പിക്കണതും മഴ പെയ്യിപ്പിക്കണതൊക്കെ, പിന്നെ മണ്ണൊലിപ്പില്ലാതെ കണ്ടിരിക്കണതൊക്കെ മരങ്ങളാണെന്നൊക്കെ പഠിപ്പിച്ചായിരുന്നു. അപ്പോൾ ഒരാൾ ചോദിച്ചു, കടലിൽ എവിടെ മരം, കടലിൽ മഴ പെയ്യണില്ലേ, നമുക്ക് ഇതൊക്കെ മരുഭൂമിയാക്കി എന്താ കുഴപ്പമെന്ന്. അതാണ് എനിക്ക് ഓർമ്മ വന്നത്. ഇഫ് ഐ ആം 73+ നൗ, ഒരു 65 years ബാക്ക് ഇങ്ങനെയൊക്കെ കേട്ടിരുന്നു. ഞാനും ചിരിച്ചിട്ടുണ്ട്. പ്രൊണൗൺസായില്ലേ, നിങ്ങൾക്ക് ചിരിക്കാൻ വകയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിരിക്കാം. ലാഫ്റ്റർ ഈസ് ദി ബെസ്റ്റ് മെഡിസിൻ ഫോർ ഹെൽത്ത് ആൻഡ് മൈൻഡ്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്, ജീവിതാന്ത്യത്തിൽ മർത്യൻ്റെ കർമ്മത്തിൽ തക്ക ചിന്തകൾ ഉയർന്നുയർന്നു വന്നേറെ മൂഢനായി തീർന്നു സർവവും മറന്നു പേടിയും പുത്തം ദേഹം കണ്ട് അതിലാശയും. അതായത് ഓരോ ശരീരം എടുക്കും, പിന്നെ ഈ ശരീരത്തിനേക്കാൾ നല്ലത് വേറൊരു ശരീരമാണ്. അങ്ങനെ ആഗ്രഹാഭിലാഷങ്ങളാണ് നമ്മൾക്ക് പുല്ലട്ട, തൃണജലൂകം പോലെ. തൃണജലൂകം ഈ പുല്ലട്ട ഒരു പുല്ലിൽ നിന്ന് അത് ഇങ്ങനെ പോവുക. അപ്പോൾ ഒരു ഭാഗത്ത് പിൻഭാഗം ഉറപ്പിച്ച് മുൻഭാഗം കൊണ്ട് തരയും ഏത് പുല്ലിലായിരിക്കേണ്ടതെന്ന്. അത് ഉറപ്പിച്ചാൽ ഈ പിൻഭാഗം എടുത്ത് അങ്ങോട്ട് വയ്ക്കും. അങ്ങനെയാണത്. തൃണജലൂകം ഒരു വാക്കുണ്ട് ഭാഗവത്തിൽ. അപ്പോൾ നമ്മൾ തൃണജലൂകം പോലെ കർമ്മം കൊണ്ടാണ് ആഗ്രഹിക്കുന്നത് നമ്മൾ ആരായി തീരുന്നുള്ളത്. അപ്പോൾ ഞാൻ
ഈശ്വരാധീനം ഉണ്ടാകുന്നൊരു ഭക്തനായിട്ട് ഇരുന്നാലോ ഞാൻ തീർച്ചയായിട്ടും ഭഗവാന്റെ ഭക്തനായിട്ട് തന്നെ ജനിക്കുള്ളൂ. അതുകൊണ്ടാണ് ആഹ്ലാദത്തള്ളലും മൂലം അത്യന്താവേശവായ്പിനാൽ, അല്ലേ? ഈശ്വരാധീനം ഉണ്ടാകുമ്പോഴുണ്ടാവും തള്ളലും മൂലം അത്യന്ത ആവേശവായ്പിനാൽ അന്നേ വരേക്കും താനാരെന്നോർത്തുറപ്പിച്ചതൊക്കെയും, ശ്രദ്ധിക്കണം, അന്നേ വരേക്കും, അതുവരേക്കും താൻ ആരെന്നോർത്ത് ഉറപ്പിച്ചതൊക്കെയും എന്നേക്കുമായി മറന്നീടൽ ആണ് ജീവനെഴും മൃതി. ജീവന് എഴും മൃതി, മരണം. എന്താ അത് ഒന്നുകൂടി ശരിയാക്കാം. ഞാൻ അവിടെ ഒരു കമൻ്റ് എഴുതി വെച്ചിട്ടുണ്ട്, ഹരേ കാക്കണേന്ന്. ഈ അവസാന സമയത്ത് നമ്മൾ എന്താ ആഗ്രഹിക്കുന്നു അതായി തീരും നമ്മൾ. മനസ്സിലായില്ലേ? അപ്പോൾ എപ്പോഴും നാരായണ നാരായണ എന്ന് ജപിക്കുന്ന ആൾക്ക് പേടിക്കാനില്ല. കാരണം വേറൊന്നിനെയും ആലോചിക്കില്ല. അന്നേ വരേക്കും താനാരെന്നോർത്തുറപ്പിച്ചതൊക്കെയും എന്നേക്കുമായി മറന്നീടലാണ് ജീവൻ എഴും മൃതി. ഒക്കെ മറക്കും. ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, ഒരു ഭ്രാന്തനെ പോലെ. അങ്ങനെയാണ് ഈ യൂട്യൂബ് തുടങ്ങിയത്, ഭ്രാന്ത് മുഴുക്കിയിട്ട്. കാരണം കൊറോണ വന്നപ്പോൾ മിസ്സസ് നിർബന്ധമായിട്ട് പറഞ്ഞു, ഇനി പുറത്തേക്കൊന്നും പോകണ്ട, വീട്ടിലിരുന്ന. അവൾ പറഞ്ഞത് ശരിയാണ്. ഇനി കാരണം പണ്ടത്തെ കൂടുതൽ ആളെ സഹായത്തിനൊന്നും കിട്ടില്ല, എന്നാൽ ഇവൾക്ക് അത്ര വലിയ ഇത് പോരെ ഇനി ഒറ്റയ്ക്ക്. അപ്പോഴാണ് ഇത് തുടങ്ങിയത്, യൂട്യൂബ്. ഇപ്പം എനിക്കൊരു സമാധാനമുണ്ട്. എൻ്റെ ഗുരുനാഥൻ എനിക്ക് പറഞ്ഞു തന്നത് ഒരു 3200 പ്രഭാഷണങ്ങളുണ്ട്. പട്ടാമ്പി കാലഹരണപ്പെട്ടു പോയാലും ഈ വാക്കുകൾ ആവശ്യക്കാരന് കിട്ടും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ വിശ്വസിക്കുന്ന ഒരു പരമാത്മ ചൈതന്യമാണ് നിർമ്മലാനന്ദഗിരി മഹാരാജ്. അദ്ദേഹം ഒരു പ്രാവശ്യം എന്നോട് പറയണ്ടായി, കാതു കൂത്തിയവനെ കണ്ടാൽ കടുക്കനിട്ടവനെ കാണാൻ പറ്റും. അത് വലിയൊരു അർത്ഥമാണ്. അത് കാതെ കുത്തിയിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെ കടുക്കനിട്ടവനെ കാണാം? കാത് കുത്തിയിട്ടുണ്ടല്ലോ, കണ്ണൂരില്ല, അപ്പോൾ കടുക്കനിട്ടവനെ കാണുന്നു. അതേപോലെയാണ് ഇവിടെ എന്നെന്നും സദാസേവ്യ ഭാഗവതം ഞാൻ പറയുമ്പോൾ അത് കുറച്ച് നമ്മളെയും ബാധിക്കാതെയിരിക്കില്ലല്ലോ. ജന്മമോ പുതുതാം ദേഹം കണ്ടു കൗതൂഹലത്തോടും മുമ്പത്തെ മാതിരി തന്നെ ഞാനെന്നോർത്തു തുടങ്ങലാം. ഏത് ശരീരത്തിലിരിക്കുമ്പോഴും ഞാനെന്ന മിഥ്യാബോധമുണ്ടെങ്കിൽ എത്ര പുതിയ ശരീരം കിട്ടിയാലും അത് പോവില്ല. അപ്പോൾ ഏത് ശരീരത്തിലും ഞാൻ ഭക്തദാസനാണ് ഭാഗവത ഭക്തദാസനാണെന്ന് പറഞ്ഞാൽ ആ ദാസത്വം പോവില്ല. അത് മതി നമുക്ക്. മനസ്സിലായില്ലേ? ജന്മമോ പുതുതാം ദേഹം കണ്ടു കൗതൂഹലത്തോടും മുമ്പത്തെ മാതിരി തന്നെ ഞാനെന്നോർത്തു തുടങ്ങലാം. മുൻ ജന്മങ്ങളിൽ 100 ജീവിച്ചവനതൊക്കെയും മറന്നു ചൊൽകയാം. പാവം വയസ്സിന് ഇത്രയാകയാം, വയസ്സ് ഇന്ന് ഇത്രയാകയാം. അതിൽ യാതൊരു അർത്ഥമില്ല എന്നാണ്. എത്ര അനാദികാലം മുതൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക ജന്മത്തെ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞാൽ യാതൊരു താല്പര്യമില്ല. മുൻ ജന്മങ്ങളിൽ 100 ജീവിച്ചവനതൊക്കെയും മറന്നു ചൊൽകയാം. പാവം വയസ്സിന് ഇത്രയാകയാം. പിന്നെ പറയണു, സ്വപ്നത്തിൽ മുൻനില മറന്ന് എന്തോ ആ കാണുന്ന മാതിരി. സ്വപ്നത്തിൽ മുൻനില മറന്ന് എന്തോ കാണുന്ന മാതിരി മനസ്സിൻ പുതുദേഹാഭിനിവേശം മൂലമിങ്ങനെ. മനസ്സിൽ അഭിനിവേശം മൂലമിങ്ങനെ ജീവന് സുഖദുഃഖാദി സർവവും വന്നു ചേർന്നതാം. സുഖവും ദുഃഖവും മനസ്സാണ് ഉണ്ടാക്കുന്നത്. മനസ്സിനെ ഭഗവാനിൽ ഏൽപ്പിച്ചാലോ ഭഗവാൻ നമ്മുടെ കാര്യങ്ങൾ നോക്കുകയും ചെയ്യും. ജീവന് സുഖദുഃഖാദി സർവവും വന്നു ചേർന്നതാം ആത്മവസ്തുവിൽ ഈ ദേഹസൃഷ്ടിയാൽ മാത്രം ഈ വിധം. ആത്മവസ്തുവിൽ ഈ ദേഹസൃഷ്ടിയാൽ മാത്രം ഈ വിധം മനുഷ്യത്വാദിയും ശോകാദിയും ഏൽക്കേണ്ടി വന്നതാം. ഏതേത് ജീവിയായിട്ടായിരിക്കണത് അത് ആ ജീവനിൽ മാത്രമേ ഉള്ളൂ. അതന്നെ ആയിക്കൊള്ളണമെന്ന് യാതൊരു ഗ്യാരണ്ടിയില്ല. മനുഷ്യത്വാദിയും ശോകാദിയും ഏൽക്കേണ്ടി വന്നതാം ദുഷ്പുത്രജനനം മൂലം അച്ഛൻ്റെ മാതിരി. അച്ഛൻ നല്ലവനാണ്, പക്ഷേ
ഒരുണ്ടായ മകൻ മോശക്കാരനായാൽ അയാളെപ്പറ്റി ചിന്തിച്ചിട്ട് ഇയാൾ വിഷമിക്കും. എനിക്ക് നല്ല ബുദ്ധി ഉണ്ടല്ലോ, ഞാൻ ഈശ്വരോപാസനയാണല്ലോ ചെയ്യണത്, പിന്നെ ഞാൻ എന്തിനാ വിഷമിക്കണമെന്നല്ലല്ലോ. മകൻ കേടുവന്നതിനുള്ള വിഷമം അത് പാടില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടോ, ആരാ ഈ മകൻ, ആരാ മകള്, ആരാ ഭർത്താവ്, ആരാ ഭാര്യ, കുറേ കാലം കഴിയുമ്പോൾ ഉണ്ടാവുന്ന ബന്ധങ്ങളല്ലേ. അത് അതേപോലെ ആവുമെന്ന് വിചാരിച്ചാൽ മതി. ആർക്കും ആരേനും സഹായിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം, പരമസത്യം അതാ. പിന്നെ ജീവിതത്തിൽ പ്രീതികരമായിട്ട് ജീവിക്കുമ്പോൾ നമ്മൾക്ക് ആരെയെങ്കിലും പിന്നെ പ്രീതികരമായിട്ട് സഹായിക്കാൻ പറ്റിയാൽ അത് ഈശ്വരാനുഗ്രഹമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾക്ക് നന്മ വരുമ്പോൾ നമ്മൾക്ക് ഒരാളെ ചെയ്തിട്ടുള്ള വെച്ചാൽ നമ്മൾ 10 ആൾക്ക് ചെയ്യണം. അല്ലെങ്കിൽ എന്താ, കൃതജ്ഞതയ്ക്ക് പകരം കൃതജ്ഞനാവും. ഇതാരാ തീരുമാനിക്കേണ്ടത്, ഉള്ളിലുള്ള ചൈതന്യം. അപ്പോൾ ദുഷ്പുത്രജനനം മൂലം മാഴും അച്ഛൻ്റെ മാതിരി ലോകസ്വഭാവമോർത്തേടിൽ ഉണ്ടാം വൈരാഗ്യമേവനും. അപ്പോൾ നമ്മൾക്ക് വൈരാഗ്യം വരണമെങ്കിൽ 4 പാടും ഒന്ന് കണ്ണോടിച്ചാൽ മതി. എത്രയോ നല്ല ആൾക്കാരുടെ ജന്മം പാഴാവണം. കാരണം എന്താ, അവർ ദുഃഖിക്കാനേ പഠിച്ചുള്ളൂ. ആ ദുഃഖവലയത്തിൽ നിന്ന് പുറത്തു വരാൻ പഠിച്ചില്ല. അങ്ങനെ അവരത് ലോകസ്വഭാവമോർത്തേടലുണ്ടാം വൈരാഗ്യമേവനും ജന്മമൃത്യുക്കൾ ഈ മണ്ണിലെന്നുമെന്നും നടപ്പതാം. ഞാൻ അവിടെ നിർത്തുക. ജന്മമൃത്യുക്കൾ ഈ മണ്ണിൽ എന്നും എന്നും നടപ്പതാം. അതിൽ ദുഃഖിക്കും വേണ്ട, സന്തോഷിക്കും വേണ്ട. ജന്മം കൊണ്ട് ദുഃഖിക്കും വേണ്ട, മരണം കൊണ്ട് ദുഃഖിക്കും വേണ്ട. സുഖിക്കും വേണ്ട, ആനന്ദിക്കും വേണ്ട, സങ്കടപ്പെടും വേണ്ട. ഈ ഒരു അവസ്ഥ സമഭാവന എന്നാണ് പറയാം. ആ സമഭാവന മനസ്സിൽ വന്നാൽ നമ്മൾ രക്ഷപ്പെടാൻ പറ്റും. വേറൊന്നും നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെ ഇരിക്കുന്ന ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം എല്ലാവരിലും എത്തട്ടെ എന്നും നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ എന്നും സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്ന നമസ്കാരം. നാളെ കാണാം.